നഗരങ്ങളുടെ ആരവങ്ങളോ ആകാശം മുട്ടി വളർന്ന മാളുകളോ കണ്ണഞ്ചിപ്പിക്കുന്ന ആഡംബരങ്ങളോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിർത്തികൾക്കപ്പുറം വയനാടിന്റെ വടക്കേയറ്റത്തോട് ചേർന്ന് കർണാടകയുടെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച പച്ചപ്പാർന്ന ഒരു ഗ്രാമമാണ് കുട്ട. കാഴ്ചകളിലേക്ക് പോകാം. കുടക് ജില്ലയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വന്യതയും ശാന്തതയും ഒരേ അളവിൽ കലർന്ന ഒരിടം. ഒരു വശത്ത് നാഗർഹോള നാഷണൽ പാർക്കും മറുവശത്ത് തോൽപ്പെട്ടി വന്യജീവി സങ്കേതവും അതിർത്തി കാക്കുന്ന കാടിന്റെ മണമുള്ള ഒരു മണ്ണ്. അങ്ങോട്ടേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഭൂപടത്തിൽ ഇതൊരു അതിർത്തി ഗ്രാമമാണെങ്കിലും ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സുകളിൽ അതിരുകളില്ല. ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ഒരു സംഗമ ഭൂമിയാണ് കുട്ട. മലയാളവും കന്നഡയും തമിഴും തനത് കൊടവ ഭാഷയും ഇവിടെ ഒരേ താളത്തിൽ അലിഞ്ഞു ചേർന്ന് കേൾക്കാം. വയനാട്ടിലെ തോൽപ്പെട്ടിയിൽ നിന്നും വെറും കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ളതുകൊണ്ട് കർണാടകയുടെ മണ്ണിലാണെങ്കിലും കേരളത്തിന്റെ ഒരു സ്പന്ദനം ഇവിടെ എപ്പോഴും അനുഭവിക്കാം. അതെ, കുട്ട എന്നത് കർണാടകത്തിലെ മറ്റൊരു കേരളം തന്നെയാണ്. എനിക്കൊപ്പം ഇന്ന് ഈ യാത്രയിൽ എന്റെ 3 സുഹൃത്തുക്കൾ കൂടിയുണ്ട്. ഖമറുദ്ദീൻ, മനാഫ്, റഫീഖ്. ഇവർക്കൊപ്പമാണ് ഞാൻ ഇന്ന് കുട്ട എന്ന ഈ അതിർത്തി ഗ്രാമത്തെ നേരിട്ട് കണ്ടറിയാൻ വന്നിരിക്കുന്നത്. ഈ നാടിന്റെ സിരകളിൽ ഒഴുകുന്നത് കാപ്പിയുടെ ഗന്ധമാണ്. ലോകപ്രശസ്തമായ കൂർഗ് കാപ്പിയുടെ രുചിരഹസ്യം തേടിപ്പോയാൽ അത് എത്തിച്ചേരുക കുട്ടയുടെ ഫലഭൂഷ്ടമായ മണ്ണിലേക്കും ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയിലേക്കുമാണ്. കാപ്പി മാത്രമല്ല, വാനോളം പടർന്നു കയറുന്ന കുരുമുളക് വള്ളികളും താഴ്വാരങ്ങളിലെ നെൽപ്പാടങ്ങളും ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യമാണ്. മണ്ണിനെ അറിഞ്ഞ് പ്രകൃതിയോട് പടവെട്ടി ജീവിക്കുന്ന കർഷകരുടെ വിയർപ്പാണ് ഈ നാടിന്റെ യഥാർത്ഥ സമ്പാദ്യം. കുട്ടയുടെ നിരത്തുകളിലെ രാജാക്കന്മാരെന്നും പഴയ മഹീന്ദ്ര ജീപ്പുകൾ തന്നെയാണ്. ആധുനിക കാറുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാപ്പിത്തോട്ടങ്ങളിലെയും കാടിനുള്ളിലെയും ദുർഘടമായ പാതകളിലൂടെ അസാമാന്യ മൈവഴക്കത്തോടെ കുതിക്കുന്ന കാട്ടുകുതിരകൾ. അതാണ് ഇവിടുത്തെ മഹീന്ദ്ര ജീപ്പുകൾ. ചെളി നിറഞ്ഞ വഴികളിലൂടെ ബോണറ്റിൽ പോലും യാത്രക്കാരെ ഇരുത്തി എഞ്ചിന്റെ ഗർജനവുമായി വരുന്ന ഈ ജീപ്പുകൾ വെറുമൊരു കാഴ്ചയല്ല, ഈ നാടിന്റെ ജീവനാടിയാണ്. പുറം ലോകവുമായി ഈ ഗ്രാമത്തെ ബന്ധിപ്പിക്കുന്ന ഒരേയൊരു കണ്ണി. പുലർച്ചെ മഞ്ഞുമാറു മുൻപേ തണുപ്പിന് വകവയ്ക്കാതെ ജോലിക്കിറങ്ങുന്ന മനുഷ്യർ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യറവരും കുറുമരും ഒപ്പം കുടിയേറി വന്ന തൊഴിലാളികളും. അവരുടെ കാലുകളിലെ ഗംബൂട്ടുകൾ വെറുമൊരു പാദരക്ഷയല്ല, അത് അവരുടെ ജീവിതത്തിന്റെ ചിഹ്നമാണ്. അട്ടകടി ഏൽക്കാതെയും പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടും കാടിനുള്ളിൽ പണിയെടുക്കുവാൻ ഇത് കൂടിയേ തീരും. ദാരിദ്ര്യമുണ്ടെങ്കിലും പരാതികളില്ലാതെ നിഷ്കളങ്കമായ ചിരിയുമായി ജീവിതത്തെ നേരിടുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഇവിടെയുള്ളവരിൽ കൂടുതലും. വിശപ്പിന്റെ വിളി വന്നാൽ കുടകിന്റെയും മലബാറിന്റെയും രുചികൾ ഒരേ പാത്രത്തിൽ വിളമ്പുന്ന അത്ഭുതം കൂടി ഇവിടെ വന്നാൽ കാണാം. നാവിൽ വെള്ളമൂറുന്ന കറുത്ത നിറത്തിലുള്ള എരിവേറിയ കൂർഗ് പന്നിയിറച്ചിക്കറിയും നമ്മുടെ ഇടിയപ്പത്തെ വെല്ലുന്ന കുടക് രുചിയുള്ള നൂൽപുട്ടും ഇവിടുത്തെ ജനകീയ വിഭവങ്ങളാണ്. വൈകുന്നേരങ്ങളിൽ പണി കഴിഞ്ഞ് ക്ഷീണിച്ചെത്തുന്നവർക്ക് ആശ്വാസമേകാൻ ചുടുചായയും പരിപ്പുവടയും ഒപ്പം കുറച്ച് രാഷ്ട്രീയ വർത്തമാനങ്ങളുമൊക്കെയായി സജീവമാകുന്ന ചെറിയ ചായക്കടകൾ ഈ ടൗണിന്റെ വൈകുന്നേരങ്ങളെ മനോഹരമാക്കുന്നുണ്ട്. മഞ്ഞിലൂടെ വണ്ടി ഓടിച്ച് ടൗണിലേക്ക് എത്തുന്നു. തൊഴിലാളികളെ കയറ്റി മല കയറുന്നു. ഉച്ചയ്ക്ക് ചെറിയ കടയിൽ നിന്നൊരു ഊണ്. വൈകുന്നേരം വീണ്ടും സാധനങ്ങളുമായി മടക്കയാത്ര. ഇവിടുത്തെ ഓരോ ജീപ്പ് ഡ്രൈവറുടെയും ജീവിതം ഇങ്ങനെയാണ്. സഞ്ചാരികൾക്ക് ഇതൊരു ഉല്ലാസ കേന്ദ്രമാണെങ്കിൽ ഇവിടെയുള്ളവർക്കിത് അതിജീവനത്തിന്റെ പോരാട്ടഭൂമിയാണ്. വന്യമൃഗങ്ങളും മനുഷ്യരും അതിർത്തികൾ മായിച്ച് ഭയവും സ്നേഹവും പങ്കിട്ട് ജീവിക്കുന്ന കുട്ട, അത് കുടകിന്റെ വേറിട്ട ഒരു മുഖം തന്നെയാണ്. ഞാൻ മിസ്റ്റർ പുഴക്കര. മറ്റൊരു നാടിന്റെ കഥയുമായി വീണ്ടും വരാം. ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്റെ ഈ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.